ധന്യ, ഇസ്രയേൽ ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്തുന്നതിന് അവർ കൊടുക്കുന്ന ന്യായീകരണം ഭീകരവാദികളെ ഖത്തർ സംരക്ഷിക്കുന്നു, ഹമാസിനെ അവർ അഭയസ്ഥാനം കൊടുക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി ആക്രമിച്ചു. അപ്പോൾ ഇസ്രയേൽ കൊടുക്കുന്ന ഒരു സന്ദേശം ഇതാണ്: എവിടെയൊക്കെ ഭീകരവാദികളുണ്ടോ അവിടെയൊക്കെ അവർ ആക്രമണം നടത്തും എന്നുള്ളത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ അങ്ങനെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. പറഞ്ഞു വരുമ്പോൾ ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്. അതിലേറ്റവും കൂടുതൽ ഭയക്കേണ്ടത് പാകിസ്ഥാനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഭയന്ന് വിറയ്ക്കുകയാണ് പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്ത് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത്. വികസനം കൊണ്ടുവരാതെ ഒരു രാജ്യത്തെ ജനാധിപത്യമായി തിരഞ്ഞെടുത്ത സർക്കാർ അവിടെ ഒന്നുമല്ലാതാവുകയും പട്ടാള ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു രാജ്യം, അതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്.